വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പാത്തസ് വ്ലോഗ്സ്. ഇത് പാത്തസ് വ്ലോഗ്സിൻ്റെ ആദ്യത്തെ വ്ലോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് വീട്ടിലിരുന്ന് എങ്ങനെ ത്രെഡ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ പലർക്കും ത്രെഡ് ചെയ്യാൻ ഭയങ്കര പേടിയാണ് അല്ലേ? കാരണം ഈ ത്രെഡിങ്ങിൻ്റെയും വാക്സിങ്ങിൻ്റെ ഒക്കെ പെയിന് നമുക്ക് മിക്കപ്പോഴും അഫോർഡ് ചെയ്യാൻ പറ്റാറില്ല അല്ലേ? അപ്പോൾ ആ പേര് കൊണ്ട് തന്നെ ഐബ്രോസ് ഷേപ്പ് ചെയ്യാത്ത മിക്കവരുണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ അല്ലേ? അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. നിങ്ങൾ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള ഒരു ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൂമിലിരുന്ന് എവിടെ പുറത്തൊന്നും പോകാണ്ട് പൈസയൊന്നും ചിലവില്ലാതെ ഒരു സലൂണിലേക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഐബ്രോ ഷേപ്പിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാനിന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് ത്രെഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ത്രെഡ് ഒരു 10 to 15 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ത്രെഡ്, നമുക്ക് എത്രയാണോ വേണ്ടത് കയ്യിൽ പിടിക്കാൻ പാകത്തിന് ഒരു ത്രെഡ് എടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ത്രെഡ് ചെയ്യാനാണോ പോകുന്നതെന്ന്. അല്ല, ട്രിക്ക് ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐലൈനറോ അല്ലെങ്കിൽ കൺമഷിയോ അങ്ങനെ ജെല്ലി ടൈപ്പായിട്ടുള്ള ബ്ലാക്ക് ഇങ്ക് വരുന്ന എന്താണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ ജെൽ ഐലൈനറാണ്. ഈ ജെൽ ഐലൈനറിലേക്ക് ഞാൻ എൻ്റെ ത്രെഡ് ഡിപ്പ് ചെയ്യുകയാണ്, കാരണം അതിനകത്തേക്ക് നന്നായിട്ട് മഷി പിടിക്കാൻ വേണ്ടി. ഇത് നമുക്ക് ഒരു ഐലൈനർ വെച്ചിട്ടോ ചെയ്യാം. സാധാ ഐലൈനർ ഉണ്ടാവില്ല, നമ്മുടെ കയ്യിലുള്ള ഡാസ്ലറിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനിയുടെ ഐലൈനർ വെച്ചിട്ട് അതാണെങ്കിൽ ചെയ്യാം. ഈ ഡിപ്പ് ചെയ്ത ത്രെഡ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഐബ്രോസിന് പാരലായിട്ട് 2 വര വരച്ചു കൊടുക്കുകയാണ്. മുകളിൽ 2 വരയും താഴെ 2 വരയും വെച്ചിട്ട് അത് കണക്ട് ചെയ്യണം, ഈ വീഡിയോയിൽ കാണുന്ന പോലെ. ത്രെഡ് യൂസ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻസ് കിട്ടാനാണ്. എല്ലാ ലൈൻസും ലാസ്റ്റ് ആകുമ്പോൾ നന്നായിട്ട് കണക്ട് ചെയ്തിരിക്കണം. വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം നമ്മളത് റിമൂവ് ചെയ്തിരിക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ബഡ്സ് യൂസ് ചെയ്ത് വന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്കാൽപ്പ് ബ്ലേഡ് അല്ലെങ്കിൽ റേസർ ബ്ലേഡാണ് വേണ്ടത്. നമ്മളത് യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ വരച്ച വര അല്ലാതെ ഔട്ടർ ലൈൻസ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ റേസർ കൊണ്ടിട്ട് ഷേവ് ചെയ്ത് കളയാണ്. ഷേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ മേളിൽ നിന്ന് താഴേക്ക് വേണം എപ്പോഴും ചെയ്യാനായിട്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യാനായിട്ട്. ഒരുപാട് കട്ടിയുള്ള ഹെയർ ഉള്ളവർ എന്തെങ്കിലും ലൂബ്രിക്കൻസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരിക്കണം. നമ്മൾ നെറ്റി ഭാഗങ്ങളെല്ലാം നന്നായിട്ട് ഷേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു എടുത്ത് കാണാനായിട്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ ഐബ്രോസ് മാറി കിട്ടും. ശേഷം നോൺ ഇറിറ്റൻ്റ് ആയിട്ടുള്ള ക്രീമോ അല്ലെങ്കിൽ ഓയിലോ ഒക്കെ വെച്ചിട്ട് ആ ഭാഗം ഒന്ന് ചെറുതായിട്ട് ജെന്റിൽ മസാജ് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ബ്ലേഡ് കൊണ്ടുപോയിട്ടുള്ള ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ കുറേ ഇറിറ്റേഷൻസും സ്വെല്ലിങ്ങും റെഡ്നെസ് ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് വന്നിരിക്കുന്നത്. ത്രെഡ് ചെയ്യാൻ മടിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുത്തേക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ചാനൽ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.